ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അതായത് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. രാവിലെ എണീറ്റ പാടെ തന്നെ സിറ്റ് ഔട്ടിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ടാട്ടോ കിടക്കല്. അപ്പൊ പിന്നെ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് വാതിലൊക്കെ തുറന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെളിച്ചൊക്കെ ഒന്ന് ഉള്ളിക്ക് വരട്ടി എഴുതിയിട്ട് കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് വെക്കുന്നുണ്ട്. കട്ട പൊന്തിച്ച് വെച്ചുകാണ്ട് പിന്നെ നേരം കിച്ചണിൽ പോയിട്ട് ആദ്യം ചായ വെക്കുന്ന പണി ചെയ്യൂട്ടോ. അപ്പൊ അങ്ങനെ ചായ തിളച്ച് ചായയൊക്കെ കുടിച്ച് അതൊന്നും കാണിച്ചിട്ടില്ല. ഇന്ന് ഇങ്ങനെ ചായ കുടിക്കണത് തന്നെ ആള് കാണിക്കല്. ചായ കുടിക്കുന്നൊന്നും കാണിച്ചിട്ടില്ല. ചായക്ക് ഒരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം ഇന്ന് പൂരിയും അതേപോലെ തന്നെ ഉച്ചക്കത്തേക്കും അതുപോലെ രാവിലത്തേക്കും കൂടി ആയിട്ട് ഫിഷ് കറി ഉണ്ടാക്കാന്നായിട്ട് വിചാരിക്കണത്. എന്താണ് ബത്തൽ എന്നാണ് ഇവിടെ പറയാം. ഞാനൊക്കെ പറയലേ, നിങ്ങളൊക്കെ എന്താ പറയലെന്ന് എനിക്കറിയില്ല. ഈ മീൻ കേട്ടോ, ബത്തൽ മീനാണ് ഉള്ളത്. അപ്പൊ അതിലേക്ക് രാവിലക്കത്തേക്ക് ഉച്ചക്കത്തേക്കൊക്കെ ഇനി ഒരു കറി ആവട്ടെ എന്നാ ഒറ്റ മെനക്കെട്ടാ മതിയല്ലോ എഴുതികാണ്ട് തേങ്ങ അരച്ചൊക്കെ പറഞ്ഞിട്ട് ഒരു കറി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെ പൂരി ഉണ്ടാക്കാനുള്ള പരിപാടികൾ ഇങ്ങനെ നോക്കണ അടിയിലാണ് മീൻ എന്തൊക്കെ വന്നപ്പോ ഞാൻ അതിലേക്ക് തേങ്ങ ഒക്കെ പാർന്നിട്ട് പിന്നെ തൂമ്പിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയില് കറിവേപ്പിന്റെ ഇലയും പിന്നെ കുറച്ച് കളർ ഇട്ടിട്ട് എഴുതിയിട്ട് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാട്ടോ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഇങ്ങനെ അത് തിളക്ക് വന്ന് ഓഫാക്കിയതിനു ശേഷം പിന്നെ പൂരി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാ. പൂരി ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണ്. ഞാൻ ചിലപ്പെങ്കിൽ അതിലേക്ക് മൈദപ്പൊടിയും കൂടിയും കൂട്ടലുണ്ട് കേട്ടോ. ഇന്നിപ്പോ ഞാൻ ഗോതമ്പ് പൊടി മാത്രം വെച്ചുകാണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചുകാണ്ട് നോക്കിയതാണ്. പക്ഷെ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, എന്നും ഈ പൂരി പൊന്തി വരലുണ്ട് കേട്ടോ. ഇന്ന് പൂരിക്കൊരു പൊന്തലൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ ഒരു പൂരി മാത്രമേ പൊന്തനുള്ളൂ. പൂരിക്ക് തന്നെ മനസ്സിലായി തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ കാര്യമാണെങ്കിൽ പൂരി പൊന്താൻ എന്തോ ഒരു പന്തികേട് കാണിച്ചത്. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കണേന്ന് കാണുമ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്താലേ ആ പൂരി പൊന്തിട്ടോ. അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കഥ കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്ത് നല്ല മഴയുള്ളൊരു ദിവസമാണ് കിട്ടുന്നത്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം മിറ്റടിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വേഗം അകം അടിച്ചു വാരലും തുടക്കലൊക്കെ ആയിട്ട് പോകാതിട്ട് അതിന് നിന്നുട്ടോ. ഇന്ന് അടിച്ചു വരാൻ വേണ്ടി പോകുമ്പോഴേ കാര്യം ഇക്കാക്കാന്റെ കുപ്പായ അവിടെ ഉണ്ടാവും, കുട്ടീന്റെ കളിപ്പാട്ടങ്ങൾ കുറെ പൊറുക്കിയൊക്കെ ഉണ്ടാകും, അതൊക്കെ ഉണ്ടിട്ടാ. പക്ഷെ ഇത് ഇപ്പൊ മോള് ഉറങ്ങുന്ന റൂമിലെ കാര്യം ഓളെ കളിപ്പാട്ടങ്ങൾ ഒരുപാട് വരുത്തിയിട്ടിട്ടുണ്ടാവുക. കൂടുതലും ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് തന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഓളെ കളിപ്പാട്ടങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടാട്ടോ ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ട് നോക്കല്. ഇന്നലെ ഇതേപോലെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ റൂമിക്കുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോള് ഉണരണ്ടിന്റെ മുമ്പ് തീർക്കുന്ന പരിപാടികളാണ്. കാരണം നോക്ക് അംഗൻവാടിക്ക് പോകാനാവുമ്പോത്തിന് ഞാൻ ഇതിന്റെ എല്ലാ ഇങ്ങനത്തെ പണികളും തീർത്ത് വെക്കലുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ എല്ലാ പണികളൊന്നും ചിലപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോത്തിന് കഴിഞ്ഞോളൊന്നും ഉണ്ടാവില്ല. ഇന്ന് പിന്നെ കറിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒന്നിച്ച് വെക്കുന്നത് കൊണ്ട് കറിയായി. പിന്നെ ഒക്കെ കഞ്ഞിയാണ് കുടിക്കുന്നതുകൊണ്ട് ഒരടുപ്പത്ത് കഞ്ഞി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ പിന്നെ ഇങ്ങനെ അടിച്ചിടാൻ വേണ്ടി വന്നപ്പോ റൂമിലത്തെ ജനവാതിലൊക്കെ ഇങ്ങനെ തുറന്നിട്ട് നല്ല മഴ പെയ്യണല്ലോ. അപ്പൊ ഇങ്ങനെ ഒന്ന് കർട്ടനൊക്കെ പൊന്തിച്ച് ജനവാതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് കുറച്ചു നേരം കാഴ്ച കണ്ടിരിക്കട്ടെ, ഏതായാലും സമയം ഉണ്ടല്ലോ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കുറച്ചു നേരം ഇങ്ങനെ കാഴ്ച ഇങ്ങനെ കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ പെയ്യുന്ന കാണുന്നില്ലേ, നല്ല മഴയായിട്ട് പെയ്യണത്. നല്ല മഴ വെച്ചാൽ നല്ല മഴയാണ്. അപ്പൊ പിന്നെ ഞാൻ ജനവാതിലൊക്കെ അടിച്ച് ഉള്ളിക്കൊന്നും വെള്ളം കയറണ്ടല്ലോ വിചാരിച്ചുകാണ്ട് ജനവാതിലൊക്കെ അടിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ അടിച്ചു വാരലും കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ആ കാഴ്ചകൾ കണ്ടെത്തുന്നു. നമുക്ക് അടിക്കലും തുടക്കലൊക്കെ ഇപ്പൊ എന്നുള്ളതല്ലേ, ഇതൊക്കെ മഴ വരുമ്പോഴല്ലേ കാണുള്ളൂ എത്തിക്കാണ്ട്. പിന്നെ അതിനൊക്കെ നിൽക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും മോളെ അംഗൻവാടിക്ക് പോകാനാവുമ്പോഴേക്ക് ഇതിന്റെ ഈ മീന് കുളിയൊക്കെ കഴിയൂട്ടോ. അപ്പൊ ഈ മീന് ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊതുവേ ഞാനത് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി നോക്കലുണ്ട്. കുളിച്ചതിന്റെ ശേഷം ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മടിയുള്ള കൂട്ടത്തിലായിട്ട് ഞാന്. അപ്പൊ ഇന്നിങ്ങനെ മീനൊക്കെ ഞാൻ എന്ത് ചെയ്തു, മസാല പുരട്ടി വെച്ചാല് വന്നിട്ട് പൊരിക്കാലെ വെച്ചാണ്ട് മസാല ഒക്കെ തേച്ച് വെക്കുന്നുണ്ട്. അന്ന് കോരയാണ് മീൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ വലിയ കോര ആയതുകൊണ്ട് ഞാൻ അതിന്റെ തലേന്ന് ഒഴിവാക്കിയിട്ടില്ല. ഇക്കാണെങ്കിൽ അത് മുറിച്ചുകാണ്ടാട്ടോ കൊണ്ടുവന്നതിൻ്റെയോ. അപ്പൊ ഞാനത് നല്ല മട്ടത്തിൽ കായൊക്കെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് പിന്നെ മോളൊക്കെ എണീറ്റോ, ഓക്ക് ഫുഡ് കൊടുക്കല് അതൊന്നും പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ നല്ലൊരു ഇഷ്ടാവും, ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര അലമ്പുള്ള ദിവസങ്ങളും ഉണ്ടാവും കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ അവളെ കാണിക്കാനും നിന്നിട്ടില്ല. വല്ലാണ്ട് അലമ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഞാനത് കാണിച്ചിട്ടില്ല. ഓക്ക് തിന്നാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് കാണിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഓളെ കഞ്ഞി കൊടുക്കണം മാത്രമേ ഇന്നത്തെ വീഡിയോയിലൊക്കെ കാണാൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അത്രയും സമയം ഓളെ വീഡിയോ തന്നെ എടുക്കാനുണ്ടാകും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓളെ അംഗൻവാടിക്ക് പോകുന്ന ഒരു ചെറിയ ക്ലിപ്പ് മാത്രം കാണിച്ചെന്നേ ഉള്ളൂ.
അപ്പൊ ഓള് പോയതിന് ശേഷം പിന്നെ ഓള് അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കി വരുമ്പോ പിന്നെ കാണുന്നവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് വീട്ടിൽ എത്തുമ്പോഴത്തേനും ഒരു കണക്കിനുള്ള സമയമാവും കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോ മീന് പൊരിക്കാനൊക്കെ ഉണ്ടല്ലോ. ഒന്നിങ്ങനെ മീൻ ഇങ്ങനെ പൊരിച്ചോണ്ട് നിന്നപ്പോ മാങ്ങ ഉണ്ടായിരുന്നു ഫ്രിഡ്ജില്. അപ്പൊ എനിക്ക് തോന്നി മീന് പൊരിക്കും ചെയ്യാ, മാങ്ങ ഇങ്ങനെ മസാല മാങ്ങ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കും ചെയ്യാതിരിക്കാണ്ട് മസാല മാങ്ങ കുറച്ച് കഴിക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ട് അതും കഴിച്ചിട്ടുണ്ട്. ഇത് കഴിക്കേണ്ടതിന് ലക്ഷ്യം എന്താണെന്നറിയോ? ഇനിയിപ്പോ ഇത് ഈ വീഡിയോ എടുത്ത വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കണല്ലോ. അപ്പൊ തലേന്നകത്തെ വീഡിയോ കാര്യട്ടെ ഞാൻ പിറ്റേ ദിവസമൊക്കെ ഇടല്. അപ്പൊ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചുറ്റും മസാല മാങ്ങ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും കൊണ്ട് ഇങ്ങനെ അവിടെ പോകും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കൂട്ടോ. പിന്നെ മോള് അംഗൻവാടിയൊക്കെ വിട്ട് വന്ന് വൈകുന്നേരം ആയപ്പോ ഓക്ക് ഭയങ്കര പൂതി പാർക്കിക്ക് പോകണം എന്നൊക്കെ. അപ്പൊ പിന്നെ അങ്ങനെ അവളെ പൂതിയല്ലേ വിചാരിച്ചുകൊണ്ട് ഞങ്ങള് കോട്ടക്കുന്നുമ്മക്ക് പോവാന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോ പോണ ബൈക്കിലാണ് ഞങ്ങൾ ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഓള് പറഞ്ഞ് എനിക്ക് ഇതിലൊക്കെ കയറണം എന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാട്ടോ. അപ്പൊ തന്നെ സമയം കഴിഞ്ഞേക്കണം. കുറെ സമയം അതിൽ കളിച്ചപ്പോ പിന്നെ കോട്ടക്കുന്നുമ്മക്കൊന്നും പോയില്ലട്ടോ. ഇതന്നെ ആക്കി ഓളെ പാർക്ക്. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി എങ്ങനെയുള്ള വീഡിയോസ് ആണ് വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ.